അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ചാറ്റ് ജിപിടി യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഒരു നെറ്റ്വർക്ക് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ. സോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നില്ലേ? ഓക്കെ. സോ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസോ കാര്യങ്ങളോ വെച്ചിട്ട് എന്താണ് ഒരു നെറ്റ്വർക്ക് എന്നുള്ള കാര്യം നോക്കാം. ഓക്കെ. എ നെറ്റ്വർക്ക് ഇൻ സിമ്പിൾ വേർഡ്സ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് കണക്റ്റഡ് ടുഗദർ ടു ഷെയർ ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സ് സച്ച് ആസ് ഫയൽസ്, ഇന്റർനെറ്റ് ആക്സസ് ആൻഡ് പ്രിന്റേഴ്സ്. ഓക്കെ. ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് ആണ്. എന്ത്? ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ ഡിവൈസസും കണക്ട് ചെയ്തിട്ടുണ്ടാവും, തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? ഷെയർ ഇൻഫർമേഷൻ റിസോഴ്സസ് സച്ച് ആസ് ഫയൽസ്, ഇന്റർനെറ്റ് ആക്സസ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഇപ്പോൾ നമുക്ക് ഒരു വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനീസിൽ ഒരു 5, 6ഓളം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അതെന്ത് ചെയ്യുക, തമ്മിൽ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റിസോഴ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ്. റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഫയൽസും കാര്യങ്ങളും നമ്മൾ എക്സാമ്പിൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷെയർ മീത് അങ്ങനെ എന്ന് പറഞ്ഞ സാപ്പിയ പല പ്ലാറ്റ്ഫോംസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മൊബൈലിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റാസും കാര്യങ്ങളും ഫയൽസ് ആയിക്കോട്ടെ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ റിസോഴ്സസും കാര്യങ്ങളും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇന്റർനെറ്റ് ആക്സസ് ഷെയർ ചെയ്യാനും പ്രിന്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. ദിസ് കണക്ഷൻ ക്യാൻ ബി ഡൺ യൂസിങ് കേബിൾസ് ലൈക്ക് ഇൻ വയർഡ് നെറ്റ്വർക്ക് ഓർ വയർലെസ്ലി ലൈക്ക് ഇൻ വൈഫൈ നെറ്റ്വർക്ക്. ഓക്കെ. ഇത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം, നെറ്റ്വർക്ക് എങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം? ഒന്നെങ്കിൽ വയേർഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ RJ45 കേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. വയേർഡ് ആയിട്ടുള്ള കേബിൾസ് വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്ത് വരുന്നുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന റൗട്ടേഴ്സ് ഇത് വരുന്നുണ്ടല്ലോ, മോഡം വരുന്നുണ്ടല്ലോ. കേരള വിഷൻ അതുപോലെ തന്നെ എയർടെൽ, ഇവരുടെ ജിയോ, ഇവരുടെയൊക്കെ എന്ത് വരുന്നുണ്ട്, റൗട്ടേഴ്സും കാര്യങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ മോഡം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് അതിന് നമുക്ക് എന്ത് പറയാം, വയേർഡ് ആയിട്ടുള്ള നെറ്റ്വർക്കാണ്. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വയർലെസ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് വൈഫൈ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഓക്കെ. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കണക്കാക്കാം. സോ ഇവിടെ കീ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ഫോർ ഡിവൈസസ്. എ നെറ്റ്വർക്ക് കണക്ട്സ് മൾട്ടിപ്പിൾ ഡിവൈസസ് സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ്, സ്മാർട്ട് ഫോൺസ് ആൻഡ് പ്രിന്റേഴ്സ്, എനേബിൾ ദം കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ കണക്ട് മൾട്ടിപ്പിൾ ഡിവൈസസ്, വിവിധ തരത്തിലുള്ള ഡിവൈസസ് കണക്ട് ചെയ്യുക. അതിൽ എന്തൊക്കെ പെടാം, കമ്പ്യൂട്ടേഴ്സ് പെടാം, സ്മാർട്ട് ഫോൺസ് വരാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രിന്റേഴ്സ് വരാം. ഇവരെന്ത് ചെയ്യുന്നു, എനേബിൾ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഇവർ പരസ്പരം എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ. ഷെയറിംഗ് റിസോഴ്സസ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ഓഫ് ഡിവൈസസ്, ദെൻ ഷെയറിംഗ് റിസോഴ്സസ്. അവിടെ എന്താ വരുന്നത്, നെറ്റ്വർക്ക്സ് അലോ ഡിവൈസസ് ടു ഷെയർ റിസോഴ്സ് ലൈക്ക് ഫയൽസ്, ആപ്ലിക്കേഷൻ ആൻഡ് ഇന്റർനെറ്റ് കണക്ഷൻസ്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവർ ഇതുപോലെ ഫയൽസും ആപ്ലിക്കേഷൻസും അല്ലാന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷനൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ഷെയറിംഗ് റിസോഴ്സിൽ അലോ ചെയ്ത് കൊടുക്കും. ഡിവൈസസ് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫയൽസ് ഷെയർ ചെയ്യാം, ആപ്ലിക്കേഷൻസ് ഷെയർ ചെയ്യാം, ഇന്റർനെറ്റ് കണക്ഷൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ ഷെയർ ചെയ്യുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കി കൊടുക്കും, ബാക്കിയുള്ളവർ വൈഫൈ കണക്ട് ചെയ്തു. അപ്പോൾ അവിടെ എന്താ, വയർലെസ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ആയി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ USB കേബിൾസ് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ USB-യിൽ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അവിടെ ഒരു നെറ്റ്വർക്ക് കണക്ട് ചെയ്യുക, രണ്ട് ഡിവൈസസ് തമ്മിൽ കണക്ട് ആവുകയാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. റിസോഴ്സും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തു, അതിന് നെറ്റ്വർക്ക് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സിൽ വരുന്ന ടൈപ്സ് ആണ്. ഓക്കെ. നെറ്റ്വർക്ക് ക്യാൻ ബി ലോക്കൽ ലൈക്ക് ഹോം ഓർ ഓഫീസ് നെറ്റ്വർക്ക്, ഓർ വൈഡ് ഏരിയ ലൈക്ക് ദ ഇന്റർനെറ്റ്. ഓക്കെ. നെറ്റ്വർക്ക് എന്ത് തരത്തിലാവും, ലോക്കലിയും വരാം, അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ വൈഡ് ആയിട്ടും വരാം. അതാണ് വാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആ ഒരു ടോപ്പിക്കിൽ നമ്മൾ വരുന്നുണ്ട്. സോ ഇവിടെ എന്ത് മനസ്സിലാക്കിയേക്കാം, ഇവിടെ നമ്മുടെ വീട്ടിലോ അതുപോലെ തന്നെ ചെറിയ തരത്തിലുള്ള ഓഫീസോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിന് നമുക്ക് എന്ത് ചെയ്യാം, ലോക്കൽ നെറ്റ്വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റർനെറ്റ് നമുക്ക് ഇപ്പോൾ നമ്മുടെ ജിയോ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ എയർടെൽ ആയിക്കോട്ടെ, BSNL ആയിക്കോട്ടെ, ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർനെറ്റിലേക്ക് ആക്സസ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അത്രക്കും വലിയൊരു ലോകമാണ്. അവിടെ നമുക്ക് ആരായിട്ട് കണക്ട് ചെയ്യാം, അവിടെ നമുക്ക് വയർഡ് ആയിട്ട് കണക്ട് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഡാറ്റ ഓൺ ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, ആരുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അത് വൈഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യും, നമുക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നൊക്കെ വേണം പറയാം. ഓക്കെ. ദെൻ സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ, ഇൻ സൈബർ സെക്യൂർ ഇൻ എ നെറ്റ്വർക്ക് ഈസ് ക്രൂഷ്യൽ ടു പ്രൊട്ടക്ട് ദ ഡാറ്റ ആൻഡ് റിസോഴ്സസ് ഷെയർഡ് എമംഗ് ദ ഡിവൈസസ് ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് സൈബർ അറ്റാക്സ്. ഇവിടെ സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ് വരുന്ന എവിടെയാണ്, സൈബർ സെക്യൂരിറ്റി വരുമ്പോൾ എന്ത് ചെയ്യും, സെക്യൂർ നെറ്റ്വർക്ക്, ആ ഒരു നെറ്റ്വർക്ക് ഇപ്പോൾ നമ്മുടെ ഇന്റർനെറ്റ് എന്തല്ല, ഇന്റർനെറ്റ് ഒരു മിനിറ്റ്,
സൈബർ സെക്യൂരിറ്റി വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്കൊരു നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓഫീസ് ലെവലിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ലെവലിൽ അതിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ സെക്യൂർ ആയിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെ പുറത്തുനിന്ന് ഒരാൾ ആക്സസ് ചെയ്യാനോ കാര്യങ്ങളോ പാടില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, അവിടെ സെക്യൂർ ചെയ്ത് വെക്കണം. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഈ സെക്യൂരിറ്റി ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഡിവൈസസും കാര്യങ്ങളും എന്ത് ചെയ്യുക, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്നും സൈബർ അറ്റാക്സിൽ നിന്നും തടഞ്ഞു നിർത്തി ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ കാര്യങ്ങൾ പറയുക. ഇപ്പോൾ ഒരു നെറ്റ്വർക്കിന് ഒരു എക്സാമ്പിൾ പറയുകയാണ്, തിങ്ക് ഓഫ് എ നെറ്റ്വർക്ക് ലൈക്ക് എ ലൈബ്രറി. ഓക്കെ, ഒരു ലൈബ്രറി ആയിട്ട് എന്ത് ചെയ്യുക, നെറ്റ്വർക്ക് നമ്മൾ കണക്കാക്കാം. വെർ ഡിഫറെൻറ്റ് പീപ്പിൾ, പലതരത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും വരും, ക്യാൻ ആക്സസ് ആൻഡ് ബോറോ ബുക്സ്. ഇവിടെ ഇതിനകത്ത് വരുന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമ്പിൾ കംപ്ലീറ്റ് വരാം. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലൈബ്രറി ആയിട്ട് കണക്കാക്കുക. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള ബുക്കും കാര്യങ്ങളും എന്ത് ചെയ്യും, അവർ ബോറോ ചെയ്യും, അവിടെ നിന്ന് കണ്ടെടുത്തിട്ട് പോകും. ആൻഡ് യൂസ് ഷെയർ റിസോഴ്സ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പ്രിന്റേഴ്സ്. ഇവിടെ എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഡിവൈസസ്, ഇപ്പോൾ ഡിഫറെൻറ്റ് പീപ്പിൾസ്, അവിടെ ഡിഫറെൻറ്റ് പീപ്പിൾസ് വന്നിട്ട് പലതരത്തിലുള്ള ആൾക്കാർ വന്നിട്ട് അവിടെ നിന്ന് ബുക്ക് എടുത്ത് വായിക്കാനായിട്ട് കൊണ്ടുപോകും. അതുപോലെ ഈ പീപ്പിൾ എന്നുള്ളതിന് ഡിവൈസ് ആയിട്ട് കണക്കാക്കുക. ഒരു ലൈബ്രറിയിലെ ഡിവൈസസ്, ലൈബ്രറിയിൽ എന്ത് ചെയ്യുക, ഇവിടെ പീപ്പിൾ എന്നുള്ള ലൈബ്രറീസിൽ എന്ത് ചെയ്യുക, ഡിവൈസസ് ആയിട്ട് കണക്കാക്കുക. അവരെന്ത് ചെയ്യും, ഇതുപോലെ ബുക്ക് എന്ന് പറഞ്ഞ ഡാറ്റ. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഈ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള ആൾക്കാർ വരും. എന്നിട്ട് എന്ത് ചെയ്യും, അവർക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളും എന്ത് ചെയ്യും, അവരെടുത്തുകൊണ്ട് പോകും. ഓക്കെ, ആൻഡ് യൂസ് ഷെയർ റിസോഴ്സ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ് ഓർ പ്രിന്റേഴ്സ്. ഇവിടെ എന്ത് ചെയ്യുന്ന ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കി വെക്കുക. കീപ്പിംഗ് ദ ലൈബ്രറി സെക്യൂർ എൻഷ്യൂർ ഓൺലി കുറച്ച് മാറ്റമുള്ളൂ. അവരുടെ ഒരു സെക്യൂർ ആക്കി വെക്കുന്ന ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഇതിനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇത്രത്തോളമാണ് നെറ്റ്വർക്കിനെ പറ്റി പറയാനുള്ളത്. നെറ്റ്വർക്ക് എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? ഓക്കെ, നെറ്റ്വർക്ക് എന്താണെന്ന് മനസ്സിലായോ? അവിടെ കുറച്ച് ഡിവൈസസ് ഉണ്ടാവും, അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും, അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇത്രേ ഉള്ളൂ നെറ്റ്വർക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നല്ല എക്സാമ്പിൾസും കാര്യങ്ങളും വെച്ചിട്ട് എന്ത് ചെയ്യും, ChatGPT നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ChatGPTനോട് ചോദിച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള റെസ്പോൺസും കാര്യങ്ങളും കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്തു, അത് നേരത്തെ ഇന്റർനെറ്റിനെ പറ്റി പറഞ്ഞു. ഇനി ഇന്റർനെറ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ദ ഇന്റർനെറ്റ് ഈസ് എ വാസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ഇന്റർകണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് വേൾഡ് വൈഡ്. വേൾഡ് വൈഡ് ആയിട്ട് വരുന്ന കമ്പ്യൂട്ടേഴ്സും അതുപോലെ തന്നെ ഡിവൈസസും ഇന്റർ കണക്ട് ചെയ്യുന്നതിനാണ്, അല്ലാതെ കണക്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഇന്റർനെറ്റ് എന്ന് പറയുക. ഇറ്റ് അലോസ് പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ്, ഷെയർ ഇൻഫർമേഷൻ ആൻഡ് ആക്സസ് വേരിയസ് ഓൺലൈൻ സർവീസസ് ആൻഡ് റിസോഴ്സ്. ഇവിടെ എന്ത് ചെയ്യും, ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാട്സപ്പിൽ പലരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ അതൊക്കെ പോസിബിൾ ആക്കുന്ന എന്താണ്, ഇന്റർനെറ്റ് ആണ്. സോ അവിടെ എന്ത് ചെയ്യും, നമുക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ഓൺലൈൻ സർവീസസും റിസോഴ്സസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. കീ പോയിന്റ്സ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ കണക്ഷൻ, നമുക്ക് ഗ്ലോബലി എന്ത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ദ ഇന്റർനെറ്റ് കണക്ട് മില്യൺസ് ഓഫ് പ്രൈവറ്റ്, പബ്ലിക്, അക്കാഡമിക്, ബിസിനസ് ആൻഡ് ഗവൺമെന്റ് നെറ്റ്വർക്ക്, ക്രിയേറ്റിംഗ് മാസീവ് വെബ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് പലതരത്തിൽ ആർക്കും ആയിക്കോട്ടെ, അക്കാഡമിക് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, പബ്ലിക് ആയിട്ട്, പ്രൈവറ്റ് ആയിക്കോട്ടെ, ഇവിടെ ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റർനെറ്റിൽ കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, ആക്സസ് ഇൻഫർമേഷൻ ത്രൂ വെബ്സൈറ്റ്സ്, ഇമെയിൽ, സോഷ്യൽ മീഡിയ ആൻഡ് അതർ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. നമ്മളിപ്പോൾ വാട്സപ്പ് ചെയ്തിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സും കാര്യങ്ങളും എന്ത് ചെയ്യുക, മറ്റുള്ള. അപ്പോൾ നമുക്ക് എന്ത് ഇൻഫർമേഷനും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇന്റർനെറ്റ് വെച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ സർവീസസ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ ഇന്റർനെറ്റ് പ്രൊവൈഡ്സ് ന്യൂമസ് സർവീസസ് ഇൻക്ലൂഡിംഗ് സെർച്ച് എഞ്ചിൻസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ സെർച്ച് ചെയ്യാം. ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താം. പിന്നെ അതുപോലെ തന്നെ ഓൺലൈനിൽ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. സ്ട്രീമിംഗ് മീഡിയ, ലൈവ് കാര്യങ്ങൾ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റും, നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈൻ ബാങ്കിങ്, നമുക്ക് പഴയ പോലെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബാങ്കിൽ പോയിട്ട് ക്യാഷ് എടുത്തിട്ട് അവിടുന്ന് ബാക്കി നമുക്ക് ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പകരം എന്ത് ചെയ്യുന്നത്, ഒരു ഡെബിറ്റ് കാർഡോ അല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ ഗൂഗിൾ പേ ഉണ്ടായാലോ അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടായാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓൺലൈനായിട്ട് ബാങ്കിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ആൻഡ് ക്ലൗഡ് സ്റ്റോറേജ്, നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയ പോലെ വലിയൊരു സ്റ്റോറേജ് റൂം അതിനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സെർവർ റൂം അതിനായിട്ട് വാങ്ങേണ്ട കാര്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി, ഒരു ഒരു മൈക്രോസോഫ്റ്റിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ അതുപോലുള്ള അസൂറോ അതുപോലെയുള്ള സർവീസസ് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ക്ലൗഡ് പർച്ചേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൽ മതി, നമ്മുടെ ഡാറ്റാസ് ഒക്കെ അവിടെ ഷെയർ ചെയ്താൽ മതി, അവിടെ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് കുറച്ചും കൂടെ സെക്യൂർ ആയിരിക്കും. നമ്മൾ അതിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സർവീസസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനെറ്റിൽ വരുന്നുണ്ട്. ഇനി പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഇന്റർനെറ്റ് യൂസസ് സ്റ്റാൻഡേർഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ലൈക്ക് TCP/IP. ഓക്കെ, ഇവിടെ TCP/IP വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. TCP/IP എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന TCP/IP കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ വെച്ചിട്ടാണ്. ഓക്കെ, സോ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഓക്കെ, TCP/IP എന്ന് പറഞ്ഞ കൺട്രോൾ ഒരു പ്രോട്ടോകോൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, പല
അപ്പോൾ ഡിവൈസസും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. OSI ലെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വരുന്നുണ്ട്. അത് നമ്മൾ എന്ത് സിമ്പിളായിട്ട് ഇതേപോലെ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ടു എൻഷുർ ഡിഫറെൻറ്റ് ഡിവൈസസ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ ഓക്കെ വിത്ത് ഈച്ച് അതർ. നമ്മൾ പലതരത്തിലുള്ള ഡിവൈസസും പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ നമുക്ക് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഇതേപോലെ TCP/IP എല്ലാ ഡിവൈസസും ഈ TCP/IP വെച്ചിട്ടാണ് എന്ത് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിന് കുറച്ച് ലേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഡാറ്റ പോകുന്ന രീതി അതിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി പ്രൊട്ടക്ടിങ് ഡാറ്റ ആൻഡ് പ്രൈവസി ഓൺ ഇന്റർനെറ്റ് ഈസ് ക്രൂഷ്യൽ ഡ്യൂ ടു ദ റിസ്ക് ഓഫ് സൈബർ അറ്റാക്സ്. നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വരുമ്പോൾ എന്താണ് അവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ആയിരിക്കും. പകരം ഇന്റർനെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും പ്രൈവറ്റ് ആയിട്ട് നെറ്റ്വർക്ക് അറിയുമ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ സെക്യൂർ ആയി വെക്കാം. അതുപോലെ തന്നെ ഫയർവാളും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പുറത്തുനിന്നുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ തടയാൻ പറ്റും. പക്ഷേ നമ്മൾ ഇന്റർനെറ്റിലാവുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത്രത്തോളം റിസ്ക് വരുന്നുണ്ട്. അത് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള റിസ്ക്കും കാര്യങ്ങളും വരുന്നത് സച്ച് ഹാക്കിംഗ്, ഫിഷിംഗ് ആൻഡ് മാൽവെയർ. ഓക്കെ, ഇവിടെ ഈ രീതിയിലുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇന്റർനെറ്റിന് ഒരു എക്സാമ്പിൾ പറയാം. തിങ്ക് ഓഫ് ദ ഇന്റർനെറ്റ് ലൈക്ക് എ ജയന്റ് സിറ്റി വേർ പീപ്പിൾ ക്യാൻ വിസിറ്റ് വേരിയസ് പ്ലേസസ്. ഇവിടെ എന്ത് ചെയ്യുക വലിയൊരു സിറ്റി ആയിട്ട് എന്ത് ചെയ്യുക ഇന്റർനെറ്റിനെ കണക്കാക്കുക. അവിടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പല രീതിയിലുള്ള പ്ലേസസ് എന്ത് വിസിറ്റ് ചെയ്യാൻ പറ്റും. അത് അതിൽ പ്ലേസസ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ആ ഇന്റർനെറ്റിന് എക്സാമ്പിൾ പറയാം. സെൻഡ് ലെറ്റേഴ്സ്, നമുക്ക് ലെറ്റേഴ്സ് അയക്കാൻ പറ്റും ഇല്ലേ. നമ്മളിപ്പോൾ വലിയൊരു ജയന്റ് ആയിട്ടുള്ള സിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആ ലെറ്റേഴ്സിന് എന്ത് ചെയ്യുക ഇന്റർനെറ്റിൽ ഇമെയിൽസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയ ഷോപ്പിംഗ് സ്റ്റോഴ്സ്. ഓക്കെ, നമുക്ക് അവിടെ എന്ത് ചെയ്യാം പലതരത്തിലുള്ള ഷോപ്പും കാര്യങ്ങളുണ്ട്. വലിയൊരു സിറ്റിയിൽ എന്ത് ചെയ്യും പലതരത്തിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് എന്ത് ഷോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്റർനെറ്റിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ഓൺലൈൻ ഷോപ്പിംഗ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് മനസ്സിലാക്കുക. ആൻഡ് വാച്ച് മൂവീസ് നമുക്ക് ഒരു സിനിമ കാണണം എന്ത് ചെയ്യണം തിയേറ്ററിൽ പോകേണ്ടി വരും. പക്ഷേ എന്ത് ചെയ്യണ്ട നമുക്ക് OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സിനിമകളും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും ഇന്റർനെറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ഇൻ എ സിറ്റി സെക്യൂർ മെഷേഴ്സ് ആർ നീഡഡ് ടു കീപ് പീപ്പിൾ ആൻഡ് ദെയർ ഇൻഫർമേഷൻ സേഫ്. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യണം നമ്മളൊരു സിറ്റി ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും എന്ത് ചെയ്യണം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഇത്രത്തോളമാണ് ഇന്റർനെറ്റിനെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു നെറ്റ്വർക്ക് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു, ഇന്റർനെറ്റ് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, ഈ രണ്ട് കൺസെപ്റ്റും ക്ലിയർ ആണോ? ഇന്റർനെറ്റ് എന്താണെന്നുള്ളത് അതുപോലെ തന്നെ നെറ്റ്വർക്ക് എന്താണെന്നുള്ളതും നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക ഇന്റർനെറ്റ് എന്താണെന്നല്ലാന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് എന്താണെന്നുള്ള കാര്യം. ഓക്കെ, നെറ്റ്വർക്ക് ഒക്കെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം ചോദിക്കുക. ആ നേരത്തെ എന്താ പറഞ്ഞാൽ മതി രണ്ട് ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നെറ്റ്വർക്ക് എന്ന് പറയാം. ഓക്കെ, സോ അത്രത്തോളമാണ് നെറ്റ്വർക്കിനെ പറ്റി പറയാം. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്രത്തോളം ഗ്ലോബലി നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം നെറ്റ്വർക്കിൽ വരുന്ന കുറച്ച് കൺസെപ്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു ഇവിടെ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നെറ്റ്വർക്കിൽ ഡിവൈസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫയലും റിസോഴ്സും കാര്യങ്ങളും ഷെയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിൻ്റെ എന്തൊക്കെയെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, സോ നമുക്ക് അതുപോലെ തന്നെ മാക്, ഇതുപോലെ തന്നെ DNS ഇതൊക്കെ എന്താണെന്നുള്ള കാര്യം നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, സോ എന്താ ചെയ്യാം നമുക്കൊരു ഫോൺ കോൾ മേക്കിംഗ് എ ഫോൺ കോൾ. ഓക്കെ, ഒരു സിനാരിയോ നമ്മൾ എന്ത് കണക്കാക്കുക. ഇമാജിൻ യു ആർ മേക്കിംഗ് എ ഫോൺ കോൾ ടു യുവർ ഫ്രണ്ട്. ഓക്കെ, സോ ഹിയർ ഈസ് ഹൗ IP അഡ്രസ്, MAC അഡ്രസ് ആൻഡ് DNS ബിറ്റ്വീൻ ഇൻ ദിസ് പ്രോസസ്സ്. നമ്മളൊരു ഫോൺ കോൾ ചെയ്യുന്ന ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യും നമ്മൾ IP അഡ്രസ് എന്താ, MAC അഡ്രസ് എന്താ, അതുപോലെ തന്നെ DNS എന്താന്നുള്ള കാര്യം പഠിക്കാനായിട്ട് പോകാം. ഓക്കെ, സോ നമ്മളൊരു കോൾ ചെയ്യാണ്. അതിൽ IP അഡ്രസ് എന്ന് പറഞ്ഞാൽ അനോളജി ദ ഫോൺ നമ്പർ യു ഡയൽ ടു റീച്ച് യുവർ ഫ്രണ്ട്. നമ്മളൊരു മൊബൈൽ എടുത്തിട്ട് നമ്മളൊരു ഫോൺ നമ്പർ അടിച്ചു. ആ ഒരു ഫോൺ നമ്പർ അടിച്ച് നമ്മൾ കോൾ ചെയ്യുന്ന നേരത്തെ ആ ഫോൺ നമ്പറിന് നമുക്ക് എന്ത് ചെയ്യാം IP അഡ്രസ് എന്ന് പറയാം. അതുപോലെയാണ് എന്ത് ചെയ്യുക ആ ഒരു എക്സാമ്പിളാണ് എന്ത് ചെയ്യുക ജസ്റ്റ് ലൈക്ക് യു നീഡ് ടു യുവർ ഫ്രണ്ട്സ് ഫോൺ നമ്പർ ടു കോൾ ദം, കമ്പ്യൂട്ടേഴ്സ് നീഡ് ആൻ IP അഡ്രസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനദർ കമ്പ്യൂട്ടർ. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് IP അഡ്രസ് ആണ്. അതുപോലെയാണ് കമ്പ്യൂട്ടേഴ്സ് ഡിവൈസസ് എന്ത് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താണ് IP അഡ്രസ് ആണ്. നമ്മൾ ഫോൺ നമ്പറിന് പകരം IP അഡ്രസ് ആയിരിക്കും എന്ത് ചെയ്യുക കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, കമ്പ്യൂട്ടർ എക്സാമ്പിൾ യുവർ കമ്പ്യൂട്ടേഴ്സ് നീഡ് ദ IP അഡ്രസ്സസ് ഓഫ് വെബ് സെർവർ ടു സെൻഡ് ആൻഡ് റിസീവ് ഡാറ്റ. കൺസെപ്റ്റ് ക്ലിയർ ആയോ? IP അഡ്രസ് എന്താണെന്നുള്ളത്. IP അഡ്രസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു ഫ്രണ്ടിനെ നമ്മൾ കോൾ ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യും നമ്മുടെ ഫോണിൽ എന്ത് ചെയ്യും നമ്മുടെ ഫോണിൽ എടുത്തിട്ട് അതിൽ അയാളുടെ ഫോൺ നമ്പർ എന്താണോ അത് ക്ലിക്ക് ചെയ്ത് അത് ടൈപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോൾ ചെയ്യുക. അതുപോലെയാണ് നമ്മളെ ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അവരുടെ ഫോൺ നമ്പറാണ് എന്ത് IP അഡ്രസ്സ്.
ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വെക്കുക IP അഡ്രസ്സ്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. IP അഡ്രസ്സ് എന്താണെന്ന് മനസ്സിലായോ? ഒരു കൺസെപ്റ്റ് മനസ്സിലായോ? കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ്. അല്ലാന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് നമ്പറാണ് IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ. IP അഡ്രസ്സ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ. സോ ഇനി എന്ത് ചെയ്യാം, നമുക്ക് IP അഡ്രസ്സിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ അഡ്രസ് ആൻഡ് സോ എന്താണ് IP അഡ്രസ്സും അതുപോലെ തന്നെ പബ്ലിക് IP അതുപോലെ തന്നെ പ്രൈവറ്റ് IP എന്താണെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ IP അഡ്രസ്സിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ഇനി എന്താ IP എന്താണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, സോ IP അഡ്രസ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. IPന്റെ ഫുൾ ഫോം വരുന്നതാണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. ഈസ് എ യുണീക് ന്യൂമറിക് ലേബൽ അസൈൻ ടു ഈച്ച് device connect to computer network that uses the IP internet protocol for communication. ഇവിടെ ഈ ഒരു ഇത് കേട്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുമെന്ന് വേണ്ട. നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റ് തന്നെ, ഒരു നെറ്റ്വർക്കിൽ ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളാണ് IP അഡ്രസ്. ഇത്രേ ഉള്ളൂ. ഇറ്റ് സെർവ്സ് ടു മെയിൻ ഫംഗ്ഷൻ, ഐഡന്റിഫൈങ് ദ ഹോസ്റ്റ് ഓർ നെറ്റ്വർക്ക് ഇന്റർഫേസ് ആൻഡ് പ്രൊവൈഡിങ് ദ ലൊക്കേഷൻ ഓഫ് ദ ഹോസ്റ്റ് ഇൻ ദ നെറ്റ്വർക്ക്. ഓക്കെ, സോ ഇതിലെന്താ ചെയ്യുന്നത്, IP അഡ്രസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു നെറ്റ്വർക്കിലെ ഹോസ്റ്റ് നമുക്ക് വേണ്ടിയിട്ടുള്ള, നമ്മൾ ആരുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്നതൊക്കെ എന്ത് വെച്ചിട്ടാണ്, IP വെച്ചിട്ടായിരിക്കും. ഫോൺ കോൾ ചെയ്യുന്ന നേരത്ത് അയാൾക്ക് ഉണ്ടാകുന്ന ഒരു, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IP അഡ്രസ് ആണ്, അല്ല ഫോൺ നമ്പർ ആണല്ലോ യൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു നെറ്റ്വർക്കിലുള്ള ആൾ കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നെറ്റ്വർക്കിലുള്ള ഡിവൈസസിനെ കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് IP അഡ്രസ്. ഓക്കെ, അതിൻ്റെ ഒരു മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ഒന്ന് ഒരു നെറ്റ്വർക്കിലുള്ള ഹോസ്റ്റിനെ പറ്റിയിട്ട് പഠിക്കാൻ, അതുപോലെ തന്നെ ആൻഡ് പ്രൊവൈഡിങ് ദ ലൊക്കേഷൻ. ഇപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവർ IP അഡ്രസ്സ് കണ്ടുപിടിച്ചാൽ ആ ഒരു ലൊക്കേഷനും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാനും അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി മെയിനായിട്ട് ഇതിൻ്റെ ടൈപ്സ് ഓഫ് IP അഡ്രസ്സ് വരുന്നുണ്ട്. IP അഡ്രസ്സിൽ രണ്ട് ടൈപ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ അതെന്തൊക്കെയാണ്, IPv4 IPv6. ഓക്കെ, IP അഡ്രസ്സിൽ വരുന്ന രണ്ട് കൺസെപ്റ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്സ് ആണ്. ഒന്ന് IPv4, ഒന്ന് IPv6. There are two main versions of IP addresses. IPv4 composed of 4 sets of numbers separated by periods. Example 192.168.1.1. ഓക്കെ, ഇത് നമ്മൾ സിമിലർലി കാണുന്ന IP അഡ്രസ് ആണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ 4 എന്ത് വരുന്നുണ്ട്, സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡോട്ട് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഓരോ പീരിയഡ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 4 ഇതുണ്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അതിനാണ് IPv4 എന്ന് പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് IPv6. IPv6 എന്ന് പറഞ്ഞാൽ കമ്പോസ്ഡ് 8 ഗ്രൂപ്പ് ഓഫ് 4 ഹെക്സാഡെസിമൽ ഡിജിറ്റ് സെപ്പറേറ്റ് ബൈ കോളൻസ്. ഓക്കെ, ഇവിടെ നേരത്തെ എന്താന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ 4 സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്പേഴ്സ് ആയിരുന്നു അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ IPv6 എന്തല്ല, നമ്പേഴ്സിന് പകരം ഹെക്സാഡെസിമൽ ആണ്. അവിടെ നമ്പേഴ്സ് കൂടാതെ തന്നെ എന്ത് വരുന്നുണ്ട്, ലെറ്റേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ ഡോട്ട് വെച്ചിട്ടായിരുന്നു സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്തല്ല, ഡോട്ടല്ല, ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്, കോളൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഉണ്ടോ 2001 ഡോട്ട് എന്ന് പറഞ്ഞിട്ട് 0DB8 കോളൻ, പിന്നെ അതുപോലെ തന്നെ 85A3 കോളൻ, അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, 8 ഗ്രൂപ്പ് ഉണ്ടാവും. ഓക്കെ, 4 ഹെക്സാഡെസിമൽ ഡിജിറ്റ് സെപ്പറേറ്റ് ബൈ കോളൻസ്. ഓക്കെ, 8 ഗ്രൂപ്പ് ഉണ്ടാവും. അതിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൽ ഓരോ 4 ഹെക്സാഡെസിമൽ ഡിജിറ്റ് ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, IPv6 കൺവേർട്ട് ചെയ്തേക്കുന്നത്. സോ IPv4 ഉണ്ടാകുമ്പോൾ IPv6 ആവശ്യകത എന്താണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്? IPv4 അതുപോലെ തന്നെ IPv6 ഉണ്ടാവേണ്ട ആവശ്യം എന്താ? IPv4 ഓൾറെഡി ഇവിടെ ഉണ്ട്, IPv6 വരേണ്ട കാര്യം എന്താ? എനിവൺ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? IPv4 ഓൾറെഡി ഇവിടെ ഉണ്ട്, നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന IPv4 ആണ്. IPv6 ഒരു അല്ലാന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവേണ്ട കാര്യം എന്താ? ആ ഒരു ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഐപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? IP എന്താന്നുള്ള കാര്യം മനസ്സിലായോ? എനിവൺ IP എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, IPv4 ഉണ്ടാവുന്നത്, IPv4 നിലവിലുണ്ട്. പിന്നെ എന്തിനാണ് IPv6? ഓക്കെ,
സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെബ്സൈറ്റ് എടുത്തിട്ട് കുറച്ചും കൂടെ IP ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ എന്ത് IPv4, IPv6 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നത്. IP അഡ്രസ് ഈസ് 2 ടൈപ്സ്. V4 എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വെർഷൻ 4. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 നമ്പേഴ്സ് സെപ്പറേറ്റ് ബൈ ദ ഡോട്ട്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. ഈച്ച് നമ്പേഴ്സ് ക്യാൻ ബി ഫോം 0 to 25, 255 ഇൻ ഡെസിമൽ നമ്പേഴ്സ്. 0 to ഒരു 0 മുതൽ 255 നമ്പർ വരെ എന്ത് ചെയ്യുക, 255 വരെ വരുന്ന ഡെസിമൽ നമ്പേഴ്സ് ആണ് എന്തിൽ IPv4 യൂസ് ചെയ്യുന്നത്. ബട്ട് കമ്പ്യൂട്ടേഴ്സ് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഡെസിമൽ നമ്പേഴ്സ്. ദേ ഇൻസ്റ്റഡ് ചേഞ്ച് ദം ടു ബൈനറി നമ്പേഴ്സ് വിച്ച് ആർ ഓൺലി 0-1. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന കാര്യം എന്താണ്, 0-1 മാത്രം, ബൈനറി കാര്യങ്ങളെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് IPv4ന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പോൾ IPv4ന്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 189.123.123.90. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു 4 ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, IPv4നെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ IPv4 ഉണ്ടാകുമ്പോൾ IPv6 വരേണ്ട ഒരു കാരണം എന്താണ്, IPv6 വരേണ്ടിയിരുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ്, ലിമിറ്റഡ് ആണ്. ഈ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 4 ഗ്രൂപ്പ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ 255 ഇങ്ങനെ ഈ ഒരു നമ്പർ കംപ്ലീറ്റ് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയൊരു നെറ്റ്വർക്കോ കാര്യങ്ങളോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ അപ്രോക്സിമേറ്റ്ലി ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രത്തോളം ഡിവൈസസ് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, IPv4 അണ്ടറിൽ നമുക്ക് ഓരോ ഡിവൈസസിന് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ അവിടെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രത്തോളമാണ്. നമ്മളിപ്പോൾ ഡെയിലി പുതിയ എന്ത് വരുന്നുണ്ട്, ഡിവൈസസും കാര്യങ്ങളും നിലവിൽ ഓരോ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ട് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ IPv4ന്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നമ്പേഴ്സ് കഴിഞ്ഞാൽ ഇത്രത്തോളം വരുന്ന ഡിവൈസസിന്റെ നമ്പേഴ്സ് കഴിഞ്ഞാൽ പിന്നെ IP അഡ്രസ് അസൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് IPv6 എന്ത് ചെയ്തിട്ടുള്ളത്, വന്നിട്ടുള്ളത്. IPv6 വരുമ്പോൾ എന്താണ്, ഇവിടെ ഡെസിമൽ മാത്രമല്ല ഹെക്സാ ഡെസിമലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്പേഴ്സ് കഴിഞ്ഞാൽ എന്താ പറ്റും, ഇതിൽ ലെറ്റേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മിക്സ് ചെയ്തിട്ട് നമ്പേഴ്സും കാര്യങ്ങൾ കൊടുത്തിട്ട് IP അസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഏകദേശം വരുന്ന ഡിവൈസസിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എണ്ണം ഏകദേശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ ഓഫ് ഉണ്ടോ, ഇത്രത്തോളം ഡിവൈസസ് വരും. അത് ഏകദേശം കണക്ക് കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം. ഓക്കെ, IPv6ന്റെ ഏകദേശം വരുന്ന ഡിവൈസസിന്റെ എണ്ണാണ് കണ്ടോ, ഇത്രത്തോളം വരും. ഇത് എണ്ണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇത്രത്തോളം ഡിവൈസസിന് എന്ത് ചെയ്യാൻ പറ്റും, IP അഡ്രസ് അസൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ IPv4ന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സും കാര്യങ്ങളും അത്രത്തോളം ഡിവൈസസിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, IPv4 അസൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ IPv6 യൂസ് ചെയ്യാൻ എന്ത് ചെയ്യും, നമുക്ക് ഇതുപോലെ എത്രത്തോളം ഡിവൈസസിന് അസൈൻ ആയിട്ട് പറ്റും. അതാണ് IPv4 IPv6 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, V4ൽ ഡെസിമൽ ആയിരിക്കും യൂസ് ചെയ്യുക, ഇവിടെ ഹെക്സാ ഡെസിമൽ ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി പബ്ലിക് IP, പ്രൈവറ്റ് IP. IPv4 V6 എന്താണെന്ന് മനസ്സിലായോ, വെർഷൻ 4 V6 അത് വരേണ്ട കാരണം എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ സിമ്പിളാക്കി പറഞ്ഞുതരാം. ഡൗട്ട് ഉണ്ടോ, കൺസെപ്റ്റ് മനസ്സിലായോ? ബാക്കിയുള്ളവർക്കും ഓക്കെ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കട്ടെ, നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. സോ പബ്ലിക് IP എന്താണ്, പ്രൈവറ്റ് IP എന്താണെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ IPയിൽ 2 രീതിയിലാണ് ഉള്ളത്, V4 V6. ഇനി പബ്ലിക് IPയും പ്രൈവറ്റ് IP എന്താണെന്ന് നോക്കാം. പബ്ലിക് IP എന്ന് പറഞ്ഞാൽ എന്താ ഡെഫിനിഷൻ, പബ്ലിക് IP അഡ്രസ് ഈസ് എ IP അഡ്രസ് ദാറ്റ് ഈസ് യൂണിക് അക്രോസ് ദ എൻറ്റയർ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ വരുന്ന IP അഡ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിക് IP അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അസൈൻഡ് ബൈ യുവർ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ISP ആൻഡ് ക്യാൻ ബി ആക്സസ് ഡയറക്ട്ലി ഫ്രം ദ ഇന്റർനെറ്റ്. ISP എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളിപ്പോൾ ജിയോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള എയർടെൽ ആയിക്കോട്ടെ, വോഡോഫോൺ ആയിക്കോട്ടെ, ഇവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ ISP, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയാം. അവർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തരുന്ന IP അഡ്രസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, പബ്ലിക് IP എന്ന് പറയാം. ഓക്കെ, പബ്ലിക്കലി ഇന്റർനെറ്റിൽ ആക്സസ് ചെയ്യണം എന്ത് വേണം നമുക്ക്, പബ്ലിക് IP ആണ് നമ്മൾ യൂസ് ചെയ്യുക.
അതിന്റെ യൂസേജ് കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് പബ്ലിക് ഐ പി അഡ്രസ് ഈസ് ദ ഐ പി അഡ്രസ് ദാറ്റ് ഈസ് യൂണിക് അക്രോസ് ദ എൻ്റർ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ യൂണീക്ക് ആയിട്ടുള്ള ഒരാൾക്കും സെയിം ആയിട്ടുള്ള ഐ പി അഡ്രസ് എന്ത് ചെയ്തില്ല, കിട്ടത്തില്ല. സോ അതാണ് ഐ പി അഡ്രസ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്, പബ്ലിക് ഐ പി അഡ്രസ്സിനെ പറ്റി പറയാനുള്ളത്. ഇറ്റ് അസൈൻ ബൈ യുവർ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ISP ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഐ പി അഡ്രസ്സിനെ പ്രൊവൈഡ് ചെയ്ത് തരാം. ഓക്കെ, ഇതിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ എന്താ, user for devices that need to accessible from the internet such as web servers, email servers and other devices that require public access. Public access ഉണ്ടെങ്കിൽ മാത്രം റിക്വയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത്, ഈ വെബ് സെർവർ ആയിക്കോട്ടെ, ഇമെയിൽ സെർവർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അതർ ഡിവൈസസ് ആൻഡ് അതർ ഡിവൈസസ് ദാറ്റ് റിക്വയർ പബ്ലിക് ആക്സസ്. പബ്ലിക് ആക്സസ് നിലവിൽ വേണ്ടിയിട്ടുള്ള ചില ഡിവൈസസും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇന്റർനെറ്റിൽ ഇത്രത്തോളം ഇന്റർനെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഐ പി അഡ്രസ് ആണ് എന്ത്, പബ്ലിക് ഐ പി. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വെൻ യു ആക്സസ് എ വെബ്സൈറ്റ്, ദ വെബ്സൈറ്റ് സെർവർ ഹാസ് ദ പബ്ലിക് ഐ പി അഡ്രസ് ദാറ്റ് അലോസ് യു ഡിവൈസ് ടു ലൊക്കേറ്റ് ആൻഡ് കണക്ട് ടു ഇറ്റ്. ഓക്കെ, നമുക്ക് നമ്മൾ പബ്ലിക് ഐ പി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വെബ് സെർവർ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ പബ്ലിക് ഐ പി എന്താണെന്ന് മനസ്സിലായോ, നമ്മൾ ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ഐ പി അഡ്രസ്സിനെയാണ് നമ്മൾ പബ്ലിക് ഐ പി എന്നാണ്, പബ്ലിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന ഐ പി അഡ്രസ് ആണ് പബ്ലിക് ഐ പി. ചെറിയ ചെറിയ കൺസെപ്റ്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് പറയാം, നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തരാം. ഓക്കെ, മനസ്സിലായോ പബ്ലിക് ഐ പി എന്താന്നുള്ള കാര്യം? ഓക്കെ, ദെൻ പ്രൈവറ്റ് ഐ പി. പ്രൈവറ്റ് ഐ പി എന്ന് പറഞ്ഞാൽ എന്താ, ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എ പ്രൈവറ്റ് ഐ പി അഡ്രസ് ഇൻ ഐ പി അഡ്രസ് ദാറ്റ് യൂസർ വിത്തിൻ എ പ്രൈവറ്റ് നെറ്റ്വർക്ക്. നേരത്തെ നമ്മൾ ഇന്റർനെറ്റിലായിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത്, ഐ പി അഡ്രസ് യൂസ് ചെയ്തത്, അപ്പോൾ അതിനെ പബ്ലിക് ഐ പി എന്ന് പറഞ്ഞു. ഇനി പ്രൈവറ്റ് നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന ഐ പി അഡ്രസ് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, പ്രൈവറ്റ് ഐ പി എന്ന് പറയും. ഇറ്റ് ഈസ് നോട്ട് റൂട്ടബിൾ ഓൺ ദ ഇന്റർനെറ്റ് ആൻഡ് ഇറ്റ്സ് യൂസ്ഡ് ഫോർ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ എ ലോക്കൽ നെറ്റ്വർക്ക്. ഒരു ലോക്കലായിട്ടൊരു നെറ്റ്വർക്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഏത് വെച്ചിട്ടായിരിക്കും, പ്രൈവറ്റ് ഐ പി അഡ്രസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, പബ്ലിക് ആയിട്ടുള്ള ഒരു ഐ പി അഡ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഐ പി അഡ്രസ്സിലേക്ക് മാറ്റിയിട്ടായിരിക്കും നമ്മൾ അതേ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഇതിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ എന്താ, യൂസ്ഡ് ഫോർ ഡിവൈസസ് വിത്തിൻ എ ഹോം ഓർ ഓഫീസ് നെറ്റ്വർക്ക് സച്ച് ആസ് കമ്പ്യൂട്ടേഴ്സ്, പ്രിന്റേഴ്സ് ആൻഡ് റൗട്ടേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓഫീസ് നെറ്റ്വർക്ക് ഉണ്ട്, ആ ഓഫീസ് നെറ്റ്വർക്കിലേക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. ഒരാൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓഫീസ് നെറ്റ്വർക്കിൽ എന്തോ തരത്തിലുള്ള വളർബിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്, അത് ഫിക്സ് ചെയ്യേണ്ട ആയിട്ടുണ്ട്. സോ ഒരു ഓഫീസ് നെറ്റ്വർക്ക് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അവിടെ പലതരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും, പ്രിന്റേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ റൗട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, പ്രൈവറ്റ് ഐ പി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഐ പി അഡ്രസ്സസ് ഫാൾ വിത്തിൻ സ്പെസിഫിക് റേഞ്ചസ്. ഓക്കെ, പ്രൈവറ്റ് ഐ പി, പബ്ലിക് ഐ പി ഇതല്ലാത്ത എല്ലാ റേഞ്ചും എന്തായിരിക്കും, പബ്ലിക് ആയിട്ടുള്ള ഐ പി ആയിരിക്കും. ഓക്കെ, 10 സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്ന ഒരു ഇതാണ് 10.0.0.0.2 10.255 ഇത് വരുന്ന എന്താണ്, പ്രൈവറ്റ് ഐ പി. പ്രൈവറ്റ് IPv4 പ്രൈവറ്റ് ഐ പി ആണ്. അതുപോലെ തന്നെ 172.60.0. ഓക്കെ, ഇത് ഈ ഒരു രീതിയിൽ ഇപ്പോൾ കാണുന്ന 192 നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും റൗട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യാതെ വീട്ടിലെ മോഡ അത് വെച്ചിട്ട് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, എങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. ആരെങ്കിലും ഉണ്ടോ? 127 എന്ന് പറഞ്ഞത് 127 കംപ്ലീറ്റ് എന്ന് പറഞ്ഞേ, ആ മൊത്തം കംപ്ലീറ്റ് ആയി പറഞ്ഞേ. ആ അല്ല, അത് ഇതേപോലെ പ്രൈവറ്റ് ഐ പി തന്നെ, പക്ഷെ അത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലൂപ്പ് ബാക്കിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ അതിന്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പുറത്ത് കൊടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, നമുക്ക് അതിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ടെസ്റ്റിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഡിവൈസസിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കണക്ട് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് അവിടെ യൂസ് ചെയ്യുന്ന ഐ പി അഡ്രസ് ആണ് ഈ 127.0.0.1 എന്ന് പറയുന്നത്, ലൂപ്പ് ബാക്ക് ഐ പി അഡ്രസ് എന്നൊക്കെ പറയും. കൺസെപ്റ്റ് മനസ്സിലായോ? നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ടൊരു സോഫ്റ്റ്വെയറോ അല്ലാന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസോ ക്രിയേറ്റ് ചെയ്തിട്ട് നെറ്റ്വർക്കിലേക്ക് വിടുന്നതിന് വേണ്ടി, നെറ്റ്വർക്കിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നെറ്റ്വർക്കിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ അതിന് വളർബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഹാക്കേഴ്സ് ഹാക്ക് ചെയ്തുകൊണ്ട് പോകും. പക്ഷെ അങ്ങനെ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടി, ആ ഒരു രീതിയിൽ അറ്റാക്കും കാര്യങ്ങളും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു ലൂപ്പ് ബാക്ക് ഐ പി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഡിവൈസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു വെബ്സൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വെബ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കൺസെപ്റ്റ് മനസ്സിലാവില്ല ഇതിൻ? ഓക്കെ,
സോ അതിനെ ലൂപ്പ് ബാക്ക് ഐ പി എന്നാ പറയാ. നിങ്ങൾ ഇനി എന്താ പറയുക കുറച്ചും കൂടെ അതിനെന്ത് ചെയ്യുക ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. ഇതാണ് കൺസെപ്റ്റ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ സ്വയമായിട്ട് ഒന്ന് ChatGPT അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് വരുന്ന പ്ലാറ്റ്ഫോംസ് ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് എന്താ പറയുക നിങ്ങളുടെ ആ ഒരു രീതി നിങ്ങൾക്ക് ഏത് ലെവലാണ് ആ ലെവലിൽ നിങ്ങളത് റിസർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാണ് പ്രൈവറ്റ് ഐപ്പിനെ പറ്റി പബ്ലിക് ഐപ്പിനെ പറ്റി പറയുകയാണെന്നില്ല. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ടിപ്പിക്കൽ ഹോം നെറ്റ്വർക്ക്. ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും റൗട്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ മോഡത്തിൽ നിന്ന് നേരിട്ട് നെറ്റ്വർക്ക് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ഈ വൈഫൈ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നെറ്റ്വർക്ക് എടുക്കുന്നവർ അല്ല, വേറെ ആരെങ്കിലും? ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ? ഓക്കെ, ഓരോരുത്തരുടെ ആഷ നെറ്റ്വർക്ക് ഏതാ യൂസ് ചെയ്യുന്നത്? ഹലോ, മൊബൈലിലാണ്. ഓക്കെ, ലിതിൻ എന്താ യൂസ് ചെയ്യുന്നത്? വൈഫൈ ആണോ? മൊബൈലാണ്. ഓക്കെ, മിഥുൻ? എങ്ങനെ? മൊബൈൽ. അപ്പോൾ എല്ലാവരും മൊബൈലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ കേരള വിഷൻ്റെ എന്താണ് ഒരു നെറ്റ്വർക്കാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്യുകയാണ് ആ ഒരു മോഡത്തിൽ നിന്ന് നേരിട്ട് എൻ്റെ ലാപ്പിലേക്ക് കണക്ഷൻ കൊടുത്തേക്കുന്നതാണ്. സോ ഇവിടെ എന്ത് ചെയ്യുക എൻ്റെ ഒരു IP ഞാൻ കാണിച്ചു തരാം. ഇവിടെ എനിക്ക് കിട്ടുന്ന ഒരു IP ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ ഉണ്ടോ എൻ്റെ IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ? കണ്ടോ, ഇവിടെ IPv4 കൊടുത്തിട്ടുണ്ട് 192.168.1.9. ഇതാണ് എൻ്റെ IP അഡ്രസ്സ്. ഇതിപ്പോൾ എന്താ ഉണ്ടാകുക, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നുള്ള വൈഫൈ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു IP അഡ്രസ്സ് കിട്ടിയത്. പകരം ഞാൻ നിങ്ങളെപ്പോലെ മൊബൈലാണ്. നിങ്ങളുടെ IP അഡ്രസ്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് വാട്ട്സ് മൈ IP എന്ന് ഷെയർ ചെയ്തിട്ട് എന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന IP ഡിഫറെൻ്റ് ആയിരിക്കും, ഈ ഒരു റേഞ്ചിലായിരിക്കില്ല. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങളുടെ IP അഡ്രസ്സ് എന്താ വരുന്നതെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഏതായാലും സമയമായിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ IP ഒരിക്കലും ഇതുപോലെ 192 വരില്ല. കാരണം എന്താ വെച്ചാൽ അത് പ്രൈവറ്റ് IP വരുന്ന IP ആണ്. IP റേഞ്ച് പ്രൈവറ്റ് IP വരുന്ന IP ആണ്. ഓക്കെ, സോ അതിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ പ്രൈവറ്റ് ഐപ്പിയും പബ്ലിക് ഐപ്പിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ദ റൗട്ടർ ഹാസ് പബ്ലിക് IP അഡ്രസ് അസൈൻഡ് ബൈ യുവർ ISP. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എന്ത് പറഞ്ഞു, ഇതുപോലെ ഞാൻ റൗട്ടറിൽ നിന്നാണ് അല്ലാന്നുണ്ടെങ്കിൽ മോഡത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് എടുക്കുന്നത്. സോ അതൊരു ഡിജിറ്റൽ ഞാൻ എന്ത് ചെയ്യുക വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ എന്താ ഞാൻ കേരള വിഷൻ എന്നാണ് എന്തെടുത്തിട്ടുള്ളത്. എൻ്റെ വൈഫൈ വരുന്നത് എന്താണ് കേരള വിഷനാണ്. ഓക്കെ, കേരള വിഷനൊക്കെ അറിയില്ല നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, കേരള വിഷൻ എന്താണ് ഒരു ISP ആണ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഡാറ്റാസും കാര്യങ്ങളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇതുപോലെ ജിയോ ഉണ്ട്, എയർടെൽ ഉണ്ട്. നമ്മളിത് എന്ത് ചെയ്തിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കേരള വിഷൻ അതുപോലുള്ള ISPനെ പറ്റിയിട്ട്. ഇവരാണ് എന്ത് ചെയ്യുന്നത് എനിക്ക് ഡാറ്റയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് കേരള വിഷനോട് ഞാൻ പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു എനിക്കൊരു കണക്ഷൻ എടുത്ത് തന്നിട്ട് എന്ത് ചെയ്തു ഒരു മോഡ് എൻ്റെ വീട്ടിൽ വെച്ച് തന്നു. റൗട്ടർ എന്ത് ചെയ്തു എൻ്റെ വീട്ടിൽ വെച്ച് തന്നു. ഓക്കെ, അവിടെ എന്ത് വരുന്നുണ്ട് ഒരു മോഡം വരുന്നുണ്ട്. സോ എൻ്റെ വീട്ടിലെ മോഡം. ഓക്കെ, ആ ഒരു മോഡത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈലുണ്ട് അതുപോലെ തന്നെ എൻ്റെ കമ്പ്യൂട്ടർ ഉണ്ട്, ഇതൊക്കെ കണക്ട് ചെയ്തേക്കുന്നുണ്ട്. ഫോൺ. ഓക്കെ, എൻ്റെ ഫോൺ ഞാൻ ഇതിൽ കണക്ട് ചെയ്തേക്കുന്നതാണ്. അതുപോലെ എൻ്റെ ലാപ്പ് കണക്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് ആയിട്ട് വരുന്ന ആരാണ്? ഇപ്പോൾ കേരള വിഷൻ ആണ് എനിക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു.
ഇവരെന്ത് ചെയ്തു, ഇതുപോലെ ഇവിടെ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു IP ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സോ ഇതെന്താണ്, ഒരു പബ്ലിക് IP ആണ്. ഈ ഒരു പബ്ലിക് IP ആണ് എന്താണ് കേരള വിഷൻ എനിക്ക് തരുന്നത്. എന്നിട്ട് ഈ മോഡത്തിലേക്ക് കൊടുക്കും. ഈ മോഡ് എന്ത് ചെയ്തു, ഈ ഒരു IP അഡ്രസ്സിനെ ഇവിടെയുള്ള പബ്ലിക് IP ന് എന്ത് ചെയ്തു, പബ്ലിക് ആയിട്ടുള്ള IP നിന്ന് മോഡത്തിലേക്ക് എത്തുന്ന നേരത്തെ എന്തായി, അത് പ്രൈവറ്റ് IP ആയി. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ പ്രൈവറ്റ് IP ആയി. അത് എന്തായിരിക്കും 192 ഡോട്ട് വരുന്ന എടുത്ത് പറയാം. നേരത്തെ എൻ്റെ IP അഡ്രസ്സ് വരുന്നത് എന്തായിരുന്നു കാണിച്ച്, ഓക്കെ 168.190. ഓക്കെ, ഈ മോഡത്തിൻ്റെ IP എന്ന് പറഞ്ഞത് 1 ആയിരിക്കും. ഓക്കെ, ഈ റൗട്ടറിന് അല്ലാന്നുണ്ടെങ്കിൽ മോഡത്തിൻ്റെ IP എന്ന് പറഞ്ഞത് എന്തായിരിക്കും, ഈ ഒരു ഇതായിരിക്കും. ഓക്കെ, ഇനി എൻ്റെ ഓരോ ഡിവൈസസിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ഓരോ പ്രൈവറ്റ് IP ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, വൺ 192 നോട്ട് 168 2 ആവാം. ഇപ്പം എൻ്റെ ലാപ്പിന് കിട്ടിയിരിക്കുന്നത് പ്രൈവറ്റ് IP എന്ന് പറഞ്ഞത് ഇതാണ് നേരത്തെ കാണിച്ചെന്നല്ലോ. സോ എന്തായി, കേരള വിഷന് ഞാൻ എന്ത് ചെയ്തു, കണക്ഷൻ എനിക്ക് വേണമെന്ന് പറഞ്ഞ നേരത്തെ കേരള വിഷൻ എന്ത് ചെയ്തു, എനിക്കൊരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്തു. അവരൊരു പബ്ലിക് IP എനിക്ക് തന്നു. ഈ പബ്ലിക് IPക്ക് എന്ത് ചെയ്യണം, ഞാൻ ക്യാഷും കാര്യങ്ങളും കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ മാസം ഒരു 650 രൂപ വരുന്ന ഒരു പ്ലാൻ ഞാൻ എന്ത് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇവർ എന്ത് ചെയ്തു, എനിക്ക് എൻ്റെ ഒരു വീട്ടിലൊരു മോഡം കാര്യങ്ങളും വെച്ച് തന്നു. ആ ഒരു മോഡം എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു പബ്ലിക് IP എടുത്തിട്ട് എന്ത് ചെയ്യും, പല പാർട്ടാക്കിയിട്ട് പല ഡിവൈസസും ഒരു ഒറ്റ പബ്ലിക് IPയിൽ തന്നെ ഇത്രയും ഡിവൈസസ് എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ ഈ പബ്ലിക് IP മോഡത്തിലേക്ക് വരുമ്പോൾ എന്തായി, പ്രൈവറ്റ് IPയിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്തു, ഇത്രയും ഡിവൈസസ് എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റി. ഇപ്പോൾ പബ്ലിക് IP എന്താ, പ്രൈവറ്റ് IP എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ആ ഒരു പബ്ലിക് IPയും പ്രൈവറ്റ് IP എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? ആദ്യം കേരള വിഷൻ അതുപോലെ തന്നെ ജിയോ ആയിക്കോട്ടെ, ഇവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എന്ത് IP ആയിരിക്കും, അത് പബ്ലിക് ആയിട്ടുള്ള IP ആയിരിക്കും. എന്നിട്ട് എൻ്റെ ഒരു മോഡം എന്ത് ചെയ്യും, ആ ഒരു പബ്ലിക് IPനെ എന്ത് ചെയ്യും, പ്രൈവറ്റ് IPയിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ വരുന്ന ഓരോ ഡിവൈസസിനും എന്ത് ചെയ്യും, ഓരോ പ്രൈവറ്റ് IP അസൈൻ ചെയ്ത് കൊടുക്കും. കൺസെപ്റ്റ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിച്ചോ. ഈ കേരള വിഷന് പകരം ഇപ്പോൾ എയർടെലാണ് വെച്ചത്. എയർടെലിന് ഫോണിലോട്ട് വരുമ്പോൾ ഉള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് ആണോ പ്രൈവറ്റ് ആയിരിക്കും? പബ്ലിക് ആണ്, അത് പബ്ലിക് ആണ്. എയർടെൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തരുന്ന എന്താണ്, പബ്ലിക് ആണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ എടുക്കല്ലേ. മൊബൈലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നേരത്തെ എന്താണ്, ഡയറക്റ്റ് ഇന്റർനെറ്റിലേക്കാണ് ആക്സസ് കിട്ടുന്നത്. പകരം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു ഡിഫറൻറ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു പബ്ലിക് IP ഉണ്ടെന്ന് പറഞ്ഞു. ഈ പബ്ലിക് IPക്കാണ് ഞാൻ എന്ത് ക്യാഷ് കൊടുത്തിട്ട് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത്. സോ ഇതെന്ത് ചെയ്യും, ഇതുപോലെ എനിക്ക് കണക്ഷനും കാര്യങ്ങളും തന്നു. ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് കണക്ഷൻ ആയിരിക്കും. പകരം നമ്മൾ ഒരു വൈഫൈ മോഡോ കാര്യങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിൽ പലതരം കുറേ ഡിവൈസസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ആ ഒരു നെറ്റ്വർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഡാറ്റാസും കാര്യങ്ങളും അങ്ങോട്ട് ഷെയർ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള മെത്തേഡ്സും കാര്യങ്ങളും നമുക്ക് പൈത്തണിൻ്റെ ഒരു സെർവർ അപ്പ് ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു പ്രൈവറ്റ് IPയിൽ. പക്ഷേ പബ്ലിക് IP ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് കേരള വിഷനിൽ നിന്ന് കിട്ടും. അതാണ് അതിൻ്റെ മാറ്റം. ഇപ്പോൾ ഡൗട്ട് ക്ലിയർ ആയോ ഹരി? ഓക്കെ, സോ ഇതാണ് പബ്ലിക് IPനും പ്രൈവറ്റ് IPനും പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പബ്ലിക് IP എന്ന് പറഞ്ഞാൽ തിങ്ക് ഓഫ് ഇറ്റ്സ് ലൈക്ക് സ്ട്രീറ്റ് അഡ്രസ് ദാറ്റ് ഐഡന്റിഫൈ യുവർ ഹോം ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഓക്കെ, നമ്മുടെ പബ്ലിക് IP എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ വീടിന്റെ സ്ട്രീറ്റ് അഡ്രസ്സ്, അവിടെ ഒരു നമ്മുടെ സ്ട്രീറ്റിന് എന്തൊരു അഡ്രസ്സും കാര്യങ്ങളും ഉണ്ട്. അതിനെന്ത് പറയും, ആ കംപ്ലീറ്റ് വരുന്ന ആ സ്ട്രീറ്റ് അഡ്രസ്സിന് നമ്മൾ എന്ത് പറയും, പബ്ലിക് IP ആയിട്ട് കണക്ട് ആക്കി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് IP എന്ന് പറയുമ്പോൾ തിങ്ക് ഓഫ് ഇറ്റ്സ്
ആൻഡ് റൂം നമ്പർ വിത്തിൻ യുവർ ഹോം. നമ്മളെ വീട്ടിലുള്ള ഒരു റൂം നമ്പറാണ് എന്ത് പ്രൈവറ്റ് ഐ പി. ഞാൻ ആ ഒരു എക്സാമ്പിൾ ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇത്രത്തോളം വരുന്ന ഈ ഒരു പബ്ലിക് ഐ പി എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഒരു സ്ട്രീറ്റ് വരുന്നുണ്ട്, ആ ഒരു സ്ട്രീറ്റിന് എന്ത് ചെയ്യും കംപ്ലീറ്റ്ലി ഒരു പബ്ലിക് ഐ പി ഉണ്ട്. ഇനി പ്രൈവറ്റ് ഐ പി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഓരോ റൂമിനും എന്ത് ചെയ്തു, ഓരോ ഡിവൈസസിനും എന്ത് ചെയ്തു, ഇതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഐ പിയും കാര്യങ്ങളും കിട്ടി. ഓക്കെ, സോ നമ്മളെ വീടിനൊരു ഐ പി, ഒരു അഡ്രസ്സ് ഉണ്ടാവും, ആ വീടിന് അകത്തുള്ള ഓരോ റൂമിന് എന്ത് ചെയ്തു, ഓരോരോ അഡ്രസ്സ് ഉണ്ടാവും. കൺസെപ്റ്റ് ക്ലിയർ ആയോ? സോ അത്രേ ഉള്ളൂ ഈ പബ്ലിക് ഐ പിയും പ്രൈവറ്റ് ഐ പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ. കൺസെപ്റ്റ് ക്ലിയർ ആയോ?